നിതിൻ രാജിന്റെ കൊലപാതകത്തിൽ ഡോക്ടർ MK റാമിന്റെ അറസ്റ്റിലെ വീഴ്ചകളിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സുധീർ കല്ലനെ സസ്പെൻഡ് ചെയ്യാത്തതിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഡിവൈഎസ്പി ഇപ്പോഴും സർവീസിൽ തുടരുന്നത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സവർക്കറെക്കുറിച്ച് ചോദ്യം തയ്യാറാക്കിയ അധ്യാപകരെയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കത്ത് നൽകിയ ഉദ്യോഗസ്ഥയെയും സസ്പെൻഡ് ചെയ്തു. അപ്പോഴൊന്നും സർക്കാർ ചട്ടം പറഞ്ഞില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. രേഷ്മ ബാബുവാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. രേഷ്മ, കൃത്യമായ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. 3 വിഷയങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് സുഗതന്റെ കാര്യത്തിൽ അന്ന് സഹായിച്ചു എന്നാരോപിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്യാൻ തിടുക്കം കാണിച്ചു, ചോദ്യപേപ്പർ നൽകിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാൻ ചുരുക്ക് കാണിച്ചു. പക്ഷേ ഇപ്പോൾ റാമിന്റെ കേസ് വന്നപ്പോൾ അവിടെ ഈ സസ്പെൻഷൻ ഇങ്ങനെ നീളുകയാണ്, അതിൽ നടപടിയെടുക്കാൻ വൈകുകയാണ്. അത് ഹൈക്കോടതി തന്നെ ഇപ്പോൾ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കൂട്ടിച്ചേർക്കാനുള്ളത്? അരിശ്രീ, ഡോക്ടർ MK റാമിന്റെ അറസ്റ്റ് വീഴ്ചയിൽ സുധീർ കല്ലനെ എന്തുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്യാത്തത്, നടപടി സ്വീകരിക്കാത്തത് സുധീർ കല്ലനെതിരെ എന്നുള്ള ഒരു ചോദ്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വിശദീകരണമായിട്ട് നൽകിയിട്ടുള്ളത്, അതായത് ആദ്യം അന്വേഷണം നടക്കുന്നുണ്ട്, അതിനുശേഷം ഉദ്യോഗസ്ഥനോട് വിശദീകരണം ചോദിക്കും, ശേഷം മാത്രമേ ഈ നടപടി വേണമോ വേണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കാൻ സാധിക്കൂ. അതാണ് ചട്ടം എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ച മറുപടിയും വിശദീകരണം. ഇതിലാണ് ഹൈക്കോടതി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് വീർ സവർക്കറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനെ അപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സുഗതന് അനുകൂലമായിട്ട് കത്ത് നൽകി എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ആയിട്ടുള്ള വനിതാ ഉദ്യോഗസ്ഥയെ ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം വിജിലൻസിൽ പരാതി നിലനിൽക്കെ തന്നെ ഒരു ADGP ആയ S. ശ്രീജിത്തിനെ DGP ആയിട്ട് സ്ഥാനക്കയറ്റം നൽകി. രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചു കൊണ്ട് MR അജിത്കുമാറിനും ഉടൻ സസ്പെൻഷൻ നൽകി. അന്നൊന്നും തന്നെ ചട്ടം പറഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ ചട്ടം പറയുകയാണോ എന്നുള്ളൊരു ചോദ്യമാണ് ജസ്റ്റിസ് A. ബദറുദ്ദീന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മാത്രമല്ല, ഈ ഇപ്പോഴും സുധീർ കല്ലൻ സർവീസിൽ തുടരുന്നത് അത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്ന് കൂടി ഹൈക്കോടതി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ എടുത്തു ചൂണ്ടിക്കാട്ടേണ്ട 2 സംഭവങ്ങളുണ്ട്. അതായത് വീർ സവർക്കറുടെ ചോദ്യം ഉൾപ്പെടുത്തിയെന്ന അതിന്റെ പേരിൽ, അതും ചരിത്രപരമായിട്ട് വസ്തുതയുള്ളൊരു ചോദ്യം ഉൾപ്പെടുത്തിയതിന്റെ പേരിൽ മതമൗലികവാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകനായിട്ടുള്ള ഗുരുപ്രസാദ് റായിയെ സസ്പെൻഡ് ചെയ്തത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ R. അനുകൂലമായിട്ട് അത് ചട്ടപ്രകാരം തന്നെ കത്ത് നൽകി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചില തൽപര കക്ഷികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ അണ്ടർ സെക്രട്ടറി ആയിരുന്ന ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്തത്. ഇതൊക്കെ തന്നെ ഹൈക്കോടതി കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടി എന്നുള്ളതാണ്. അതായത് അപ്പോഴൊന്നും തന്നെ സർക്കാരിന് ചട്ടമൊന്നും വേണ്ടിയിരുന്നില്ല, ചട്ടങ്ങളൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചത്. പക്ഷേ സുധീർ കല്ലന്റെ കാര്യത്തിൽ മാത്രം സർക്കാർ എന്തുകൊണ്ട് ചട്ടം പറയുന്നു? അതായത് ഈ ആദ്യം അന്വേഷണം വേണം, അതിനുശേഷം വിശദീകരണം ചോദിക്കണം, ശേഷം മാത്രമേ തീരുമാനം എടുക്കാൻ സാധിക്കൂ എന്നുള്ള തരത്തിലേക്ക് സർക്കാർ എന്തുകൊണ്ടാണ്? രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.